കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് മലയാളം സീസൺ 6 വന്നേക്കാവുന്ന മത്സരാർത്ഥികളുടെ ഒരു നീണ്ട ലിസ്റ്റ് നമ്മൾ കണ്ടു. പുതുതായി ആ ലിസ്റ്റിലേക്ക് വരുന്നവരുടെ പേരാണ് ഇനി പറയുന്നത്. ശ്രീരാം രാമചന്ദ്രൻ, മലർവാടി ആർട്സ് ക്ലബ്ബ്, തട്ടത്തിൻ മറയത്ത്, ആർട്ടിസ്റ്റ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച ശ്രീരാം കസ്തൂരിമാൻ എന്ന ഏഷ്യാനെറ്റ് പരമ്പരയിൽ ലീഡ് ക്യാരക്ടർ അഭിനയിച്ചു. ശ്രീരാം ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായി വരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റാകാൻ യോഗ്യയായ വ്യക്തിയാണ്. പാർവതി ബാബു, നടിയും പ്രധാനമായും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ചാനലിലെ ആങ്കറുമായ പാർവതി ബാബു ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യന് മുകളിൽ ഫോളോവേഴ്സുള്ള പാർവതി ബാബു വളരെ സോഫ്റ്റ് സ്പോക്കൺ പേഴ്സൺ കൂടിയാണ്. അതുകൊണ്ട് ബിഗ് ബോസിൽ വന്നാൽ എങ്ങനെയുണ്ടാവുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. യാദിൽ ഇക്ബാൽ, പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കണ്ടന്റ് ക്രിയേറ്ററുമായ യാദിൽ കുക്കിങ്ങും സ്പോർട്സും ആണ് ഹോബീസ്. നല്ല ഫാൻ ഫോളോവേഴ്സുള്ള യാദിൽ ബിഗ് ബോസ് സീസണിൽ വന്നാൽ ഒരു നല്ല കണ്ടസ്റ്റൻ്റാവും നമുക്ക് ലഭിക്കുക. നൂറിൻ ഷെരീഫ്, സിനിമാ സീരിയൽ നടിയായ നൂറിൻ ഷെരീഫ് ചങ്സ്, ഒരു അഡാർ ലവ് എന്നീ ചിത്രങ്ങളിലൂടെ കേരളീയർക്കിടയിൽ പോപ്പുലറായി. ബിഗ് ബോസ് സീസൺ 6 നൂറിനും കണ്ടസ്റ്റൻ്റ് ആയേക്കും എന്നറിയുന്നു. അൻഷിത അഞ്ചി, കൂടെവിടെ എന്ന സീരിയലിൽ അഭിനയിച്ച അൻഷിത ഒരു യൂട്യൂബർ കൂടിയാണ്. ബിഗ് ബോസ് എല്ലാ സീസണിലും സീരിയൽ ആക്ട്രസ്മാർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നുകൊണ്ട് അൻഷിതയ്ക്കും ഒരു കണ്ടസ്റ്റൻ്റ് ആയാൽ ജനപിന്തുണ കിട്ടാൻ സാധ്യതയുണ്ട്. റെബേക്ക സന്തോഷ്, കസ്തൂരിമാൻ എന്ന സീരിയലിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും പ്രശസ്തയായ റെബേക്ക സന്തോഷിന് 5ഓളം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. റെബേക്കയും ഓഡിഷന് ബിഗ് ബോസ് സീസൺ 6 വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ശില്പ ബാല, നടിയും ആങ്കറുമായ ശില്പ ബാലയും ഓഡിഷനിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ സജീവമായ ശില്പ ബാലയ്ക്ക് നല്ല ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. തീർച്ചയായും ശില്പ ബാല നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയേക്കും എന്ന് പ്രതീക്ഷിക്കാം. നോബിൻ ജോണി, കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ പ്രശസ്തനായ ഈ മോഡൽ ഉയർന്നു വരുന്ന ഒരു താരമാണ്. ബിഗ് ബോസ് സീസൺ 6 പങ്കെടുത്താൽ അത് നോബിൻ്റെ കരിയറിൽ തീർച്ചയായും ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല നല്ലൊരു കണ്ടസ്റ്റൻ്റ് നമുക്ക് ഷോയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. രേഖ രതീഷ്, പരസ്പരം, സ്വാതന്ത്ര്യം, ദേവി, മഞ്ഞൾ വിരിഞ്ഞ പൂ തുടങ്ങിയ സീരിയലിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ രേഖ രതീഷ് കണ്ടസ്റ്റൻ്റായി വരികയാണെങ്കിൽ പക്വത വന്ന ഒരു മത്സരാർത്ഥിയെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗായത്രി സുരേഷ്, സിനിമാ താരം ഗായത്രി സുരേഷ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഓഡിഷനിൽ പങ്കെടുത്തു എന്നറിയുന്നു. സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റായേക്കും നമുക്ക് കിട്ടുക. തൻ്റെ അടുത്തോടെ കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും കഴിവുള്ള വ്യക്തിയാണ് ഗായത്രി സുരേഷ്. ഡാൻസറും കൊറിയോഗ്രാഫറും യൂട്യൂബറുമായ അന്ന പ്രസാദിനെ ഓഡിഷന് വിളിച്ചു എന്ന് കേട്ടു. തൻ്റെ ഇടിയായ നിലപാടുള്ള അന്ന തീർച്ചയായും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആവും ബിഗ് ബോസ് സീസൺ 6. സിദ്ധാർത്ഥ് പ്രഭു, തട്ടിയും മുട്ടിയും സീരിയലിലൂടെ വളർന്നു വന്ന സിദ്ധാർത്ഥ് പ്രഭു മലയാളികൾക്ക് സുപരിചിതനാണ്. ബിഗ് ബോസ് സീസൺ 6 ഓഡിഷനിൽ സിദ്ധാർത്ഥും പങ്കെടുത്തു എന്ന് കേൾക്കുന്നു. സെലക്ട് ചെയ്യപ്പെട്ടാൽ ഒരു നല്ല കണ്ടസ്റ്റൻ്റിനെ നമുക്ക് സിദ്ധാർത്ഥിലൂടെ പ്രതീക്ഷിക്കാം. പേരും പ്രശസ്തിയുമല്ല, പ്രധാനമായും ഷോയുടെ ട്രെൻഡ് അനുസരിച്ച് നിൽക്കാനും നല്ല കണ്ടന്റ് കൊടുക്കാനും പറ്റുന്നവർക്കായിരിക്കും വിജയസാധ്യത കൂടുതൽ. അതുകൊണ്ട് എല്ലാ വശങ്ങളും നോക്കിയായിരിക്കും കണ്ടസ്റ്റൻറ്റിനെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കുക. ഏതായാലും ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച കണ്ടസ്റ്റൻറ്റിനെ ആയിരിക്കും ഷോയിലേക്ക് ലഭിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.